നമസ്കാരം. മുംബൈ സിറ്റിയിൽ ചെന്നാൽ നമ്മൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് മുംബൈയുടെ സിഗ്നേച്ചർ ഫുഡ് ഐറ്റം ആയിട്ടുള്ള വടാ പാവ് അല്ലേ. പക്ഷേ ഈ വടാ പാവിനെ സൂപ്പർ സ്റ്റാർ ആക്കുന്നത് എന്താ? ആ പാവിനുള്ളിലുള്ള വട. മുംബൈ സ്റ്റൈലിൽ പറഞ്ഞാൽ ബട്ടാട്ട വട അല്ലേ. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറിനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതും ഒറിജിനൽ മുംബൈ സ്റ്റൈൽ ബട്ടാട്ട വട റെസിപ്പി. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് ആ ബട്ടാട്ട വട ഉണ്ടാക്കിയിട്ട് നല്ല സ്പൈസി ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടാട്ട വടയുടെ മെയിൻ സംഭവം ബട്ടാട്ട, അതായത് പൊട്ടാറ്റോ വേവിക്കാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു 4-5 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 കാര്യങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് 3ഉം നമുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഓക്കെ, അരച്ചെടുക്കണ്ട, ചതച്ചതാ ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഓക്കെ, ഇഞ്ചിയുടെ നാരുകൾ ഒരുപാടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ വടയുടെ കൂടെ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ചതച്ച് നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജീരകം ഇടുക. രണ്ടും പൊട്ടി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് പ്രധാനമായിട്ടും വേറൊരു സംഗതി വേണം, അയമോദകം, അജ്വൈൻ. ഓക്കെ, അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടണ്ട. നമ്മൾ ഈ പൊട്ടാറ്റോ മിക്സ് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടാൽ മതി, ലാസ്റ്റ് സ്റ്റെപ്പായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കടുകും ജീരകവും വറുത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കായം ഇടുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചതച്ച് വെച്ചിരിക്കുന്ന ആ സംഭവം ഇടുക. ഓക്കെ, ഇതൊക്കെ ഒരു കൈക്കണക്കാണ് കേട്ടോ. നിങ്ങൾ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. എന്നിട്ട് നമ്മുടെ പൊട്ടാറ്റോ, ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇങ്ങനെ നല്ല പേസ്റ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് ഒന്ന് ചൂടാറട്ടെ, നമുക്ക് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മിക്സ്, അതായത് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് കടലപ്പൊടി, കടലമാവ് എടുക്കാം. അത് ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾ വട ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു കണക്കിൽ, ഏകദേശ കണക്കിൽ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രം മതി. മഞ്ഞൾപ്പൊടി കുറച്ച് നന്നായിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഒരു നല്ല മഞ്ഞ കളർ, ഗോൾഡൻ കളർ കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇടണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ വടയിൽ ആ ഒരു കോട്ടിങ് പിടിക്കില്ല. ഓക്കെ, അതാണ് ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കുകയാണ് നല്ലത്. ലൂസായി പോയി കഴിഞ്ഞാൽ കോട്ടിങ് ശരിയാവില്ല. ഓക്കെ, നല്ലൊരു ക്രീമി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കുക. ഓക്കെ, ഉപ്പൊന്ന് നോക്കിയേക്കണേ, അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ബാറ്ററും റെഡിയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു സംഗതിയും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ കേട്ടോ. ബാറ്ററിലേക്കല്ല, നമ്മുടെ പൊട്ടാറ്റോ മിക്സ് ഇല്ലേ അതിലേക്ക്, അത് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇതുപോലെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോൻ്റെ മിക്സിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് പൊട്ടാറ്റോ വട ഉണ്ടാക്കാനുള്ള ബോളുകൾ തയ്യാറാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതുപോലെ ബോളാക്കി എടുത്തതിന് ശേഷം ബാറ്ററിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ എന്താണെന്നറിയോ ഒരു പ്രശ്നം? നമ്മൾ അതിലേക്ക് ഇടുമ്പോഴേക്കും കൈയിൻ്റെ വിരലുകൾ പിടിച്ച സ്ഥലത്ത് ചിലപ്പോൾ ബാറ്റർ പിടിക്കില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സ്പൂൺ കൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തും ബാറ്റർ നന്നായിട്ട് പിടിച്ചോളും, കവറായിക്കോളും. ഓക്കെ, അപ്പം നമ്മുടെ ബട്ടാട്ട വട ദാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരുപാടങ്ങ് ചോക്കുന്നതിന് മുമ്പ് എടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ, അല്ല ഗോൾഡൻ യെല്ലോ കളറാണ് അതിൻ്റെ ഒരു
രസമുള്ള കളർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് പതുക്കെ കോരിയെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് ഗ്രീൻ ചട്നിയുടെ കൂടെ. ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്നറിയോ? പുതിന, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ മയോണൈസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, നല്ല ടേസ്റ്റ് വരാനായിട്ടും ഈ ഒരു ക്രീമി ഇത് കിട്ടാനായിട്ടും. അല്ലെങ്കിൽ കട്ടത്തൈര്. ഓക്കെ, ഒരുപാട് തൈര് ഒഴിക്കരുത്, കട്ടത്തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ ചട്നി ഉണ്ടാക്കുക, ഗ്രീൻ ചട്നി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് ചൂടോട് കൂടിയിട്ട് അങ്ങ് കഴിക്കാം. കൂടെ ഒരു ചായയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ വേറെ എന്താ വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബട്ടാട്ട വട എടുത്തിട്ട് ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ട്, സംഭവം നല്ല ചൂടാണ് കേട്ടോ, ഇപ്പോഴും നല്ല സ്മെല്ല് വരുന്നുണ്ട്. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ആ ഗ്രീൻ ചട്നി, അത്യാവശ്യം എരിവുള്ള ചട്നിയാണ് കേട്ടോ. ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളം വരണം. ഓക്കെ, അപ്പോൾ ആ ഗ്രീൻ ചട്നിയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് കഴിക്കുക. എന്നിട്ട് ചൂടായിട്ട് ചായയും കുടിക്കുക. ആഹാ, പുറത്തൊരു മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ബെസ്റ്റായല്ലേ? മഴ മസ്റ്റാണ് എന്തായാലും ബജ്ജി കഴിക്കുമ്പോൾ. ഇത് ഈവൂനുള്ളതാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ബട്ടാട്ട വട. അത് ഈവു ചീസിൻ്റെ കൂടെയാണ് കഴിക്കുക. ആളിന് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബട്ടാട്ട വട. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു 4-5 എണ്ണമൊക്കെ കഴിക്കും. എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുക, വലിയൊരു നല്ല സ്പൈസി ആയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ മുംബൈ സ്റ്റൈൽ ബട്ടാട്ട വട ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആൻഡ് കീപ് വാച്ചിങ് ദ വെജി പൂജ വീഡിയോസ്. ബൈ ബൈ, ടേക്ക് കെയർ.